ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി തിരുവാതിരപ്പുഴുക്ക്. ഇപ്പം എന്താ പറയുക, ധനുമാസത്തിലെ തിരുവാതിരയൊക്കെ വരികയല്ലേ. അപ്പം നല്ലൊരു പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കൂർക്ക, ചേന, ഇത് കായും ചേമ്പും, ഇത് കാച്ചിലും, മധുരക്കിഴങ്ങ്. നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് പോലെ അല്ല ഇത് കേട്ടോ. ഇതിനൊരു ഭയങ്കര ഓറഞ്ച് കളറാണ്. ഓക്കെ, ഞാനൊരു ഇത്തിരി ഇടാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. കൂർക്ക ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല കേട്ടോ, കൂർക്ക ഇങ്ങനെ ഫ്രഷ് ആയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസണേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് ഒരു 200 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 ഗ്രാം ചേന അതുപോലെ ഫ്രോസണാണ് കേട്ടോ. ഫ്രഷ് കിട്ടിയാലത് വലിയ ഗുണമില്ലാത്ത ചേനയ്ക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇതും ഫ്രോസൺ ചേന എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറച്ച് ഗ്രീൻ ചില്ലിയും കറി ലീഫൊക്കെ ഇടുന്നുണ്ട്. ഇത് അരയ്ക്കാനുള്ള തേങ്ങ, ജീരകം, 2-3 ഗ്രീൻ ചില്ലി, ഒരു കറി ലീഫ്. പിന്നെ കുക്ക് ചെയ്യാൻ കുറച്ച് ടർമറിക് പൗഡർ, സാൾട്ട്, പിന്നെ ലാസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ, കറി ലീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എനിക്കിത് കുക്ക് ചെയ്തുകൊണ്ട് വരണം. ഒന്ന് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വറുത്തിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അതൊന്ന് വറുത്ത് കുക്ക് ചെയ്ത് വെക്കാൻ പോവാം. അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ആദ്യം ഈ പയറൊന്ന് 3 മിനിറ്റ് ഒന്ന് വറുത്തിട്ട് അത് മതി. ഞാൻ ഓഫ് ചെയ്തിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. 2-3 മിനിറ്റ് ഒന്ന് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു മണം വരും. ഓഫ് ചെയ്ത് ഞാൻ വാഷ് ചെയ്തു, വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ഇതെല്ലാം തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തുകൊണ്ട് വരും. തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടേക്കുക. പണ്ടൊക്കെ പറയാറുണ്ട്, വെള്ളത്തിലിട്ടാൽ എൻ്റെ ഇതേപോലെ കറ ഉണ്ട്, ഇതിൻ്റെ കറ പോകുന്നു. അതുകൊണ്ട് ഞാനൊന്ന് വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കുക. ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോയുടെ കാര്യമുണ്ടോ, ഇതേപോലെ ഓറഞ്ച് കളറാണ്. എന്നിട്ട് കുറച്ച് ഇത്രയേ ഉള്ളൂ സ്വീറ്റ് പൊട്ടറ്റോ ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാച്ചിൽ തൊലി കളഞ്ഞ് എടുത്തതായത്. ചേമ്പ് ഇതിപ്പം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെടുത്ത പയർ കുക്ക് ചെയ്ത് മാറ്റി വെക്കുക. നിങ്ങൾ എന്ത് പയറാണ് എടുക്കണേ അതനുസരിച്ചിട്ട്. ഓക്കെ, പൻപയറോ അല്ലെങ്കിൽ മുതിര എന്ത് വേണമെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം എന്തായാലും നമ്മൾ വെജിറ്റബിൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് കുക്ക് ചെയ്ത് മാറ്റി വെക്കണം. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാം റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ പയറും ഞാൻ കുക്ക് ചെയ്ത് വെച്ചു. കായും ഇതില്ലേ, കാച്ചിലും ചേമ്പും 300 ഗ്രാം വെച്ചിട്ടുണ്ട് കേട്ടോ. ചേന 250, ഇത് കൂർക്ക 200, ഒരു 40 ഗ്രാം മധുരക്കിഴങ്ങ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോ. വേഗത്തിൽ കുക്ക് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അപ്പോഴത്തേന് ഈ അരപ്പും അരിച്ചുകൊണ്ട് വരണമല്ലോ. അതുകൊണ്ട് ആദ്യം ഒന്ന് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഒത്തിരി അരയുണ്ട് കേട്ടോ. പരിപ്പിന് നന്നായിട്ട് അരയ്ക്കും നമ്മൾ. തോരനാണെങ്കിൽ അരയത്തില്ല അല്ലേ, ചതച്ചെടുത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതില്ലേ, ഇൻ ബിറ്റ്വീനായിട്ട് പരിപ്പിൻ്റെയും തോരൻ്റെയും ഇടയ്ക്കുള്ള, അതേപോലെ ഈവൻ എനിക്കൊന്ന് അവിയലിൻ്റെ കൂട്ടും. ഓക്കെ, ഒത്തിരി അരയില്ല, അങ്ങനെ അരച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഒന്ന് അരച്ച് വെക്കാം. അരച്ച് വെച്ചിട്ട് പയ്യെ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങാം കേട്ടോ. കുക്ക് ചെയ്യാൻ തുടങ്ങി ചിലപ്പം വേഗത്തിൽ വേവുന്നതായിരിക്കും. ചേനയുടെ വേവ് അനുസരിച്ചിരിക്കും. ഇപ്പം തിരുവാതിരപ്പുഴുക്കനായതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞത്, വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ. ഞാൻ പച്ചമുളകാണെങ്കിൽ ഒത്തിരി ഒന്നും ഇതിനെ ചേർക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോ, പച്ചമുളക് ഫൈനാണ്. പക്ഷേ വെളുത്തുള്ളി ഒട്ടും ചേർക്കില്ല തിരുവാതിരപ്പുഴുക്കിന്. ജീരകം നമ്മൾ വോൾ ജീരകമല്ലേ, മുഴുവനായിട്ടുള്ള ജീരകം ആയതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ ആദ്യം ഇട്ടങ്ങ് അരച്ചെടുത്തൊക്കെ, അല്ലെങ്കിൽ ജീരകം അരഞ്ഞ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് വെക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒത്തിരി അരയാത്ത രീതിയിൽ അരച്ചെടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ തേങ്ങ ആണെങ്കിൽ ഒത്തിരി അരയാതെ അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുത്തിട്ടോ. ആദ്യം നമുക്ക് ഒരു എന്താ പറയുക, കലം വെച്ചിട്ട് ഞാൻ ഈ ചേന കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, എന്താണെന്ന് വെച്ചാൽ കലത്തിൽ അടുക്കി പിടിക്കുമൊന്നും ഇല്ലായിരിക്കും, എന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതില്ല. ചേനയ്ക്ക് ചിലപ്പം വേവ് എനിക്കറിയത്തില്ല, ഓരോ ചേനയ്ക്കും വേവ് ഡിഫറെൻ്റ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു വാം വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നത്. വാം വാട്ടർ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ
ചേന വലുതായിട്ട് കേട്ടോ കഷ്ണങ്ങൾ അരിയേണ്ട, ഞാനത് പറയാൻ മറന്നുപോയി. കഷ്ണങ്ങളൊക്കെ വലുതായിട്ട് അരിഞ്ഞു വെക്കുക, വെച്ചാൽ പുഴുക്കല്ലേ, ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവല്ലോ കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നിരുന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചേന ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കായ ഇട്ട് കൊടുക്കാം. ചേന ഇട്ടിട്ട് തിളച്ച് വരുന്നത് കായിലേക്ക് അരിഞ്ഞ് കൊടുക്കാം. കായ ഞാൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. വെള്ളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എപ്പോഴും ഇനി വെള്ളം ഒഴിക്കുമ്പോൾ വാം വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അതിലായിരിക്കും. അത് വിട്ടൊരു 1/4 ടീസ്പൂണൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് കായ്ക്ക് വേണ്ടി ഇട്ടതാട്ടോ. അപ്പോൾ കായ ഇട്ടു, പിന്നെ നമുക്കിതിങ്ങനെ അടച്ച് വെച്ചേക്കാം. ഓക്കെ, അടച്ച് വെച്ചിട്ടൊരു ഒന്ന് തിളച്ച് വന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വേഗത്തിൽ വേവുന്നതായിരിക്കും കേട്ടോ. ഈ യൂഷ്വലി ചേമ്പിനും കാച്ചിലിനും ഒക്കെ വേഗത്തിൽ കുക്ക് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇടാമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കായോടെ ഇട്ടിട്ട് തിളയ്ക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. നമുക്കിനി ബാക്കിയുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതായത് ചേമ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാച്ചിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ബാക്കി എല്ലാ വെജിറ്റബിളും ഇട്ടിട്ടുണ്ട്. ഇതേ ഒന്ന് തിളച്ച് വരട്ടെ, അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ, അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് ഉപ്പ് ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല, ഉപ്പ് വേണം. ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് 2-3 പച്ചമുളകും കറിവേപ്പിലയും. ഓക്കെ, 3-4 പച്ചമുളക്, അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ. ഈ തിരുവാതിരപ്പുഴയ്ക്ക് ഞാൻ ഒത്തിരി പച്ചമുളകൊന്നും ആഡ് ചെയ്യാറില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ 3-4 എണ്ണം ഇട്ടിട്ടുണ്ട്. അടച്ച് വെക്കാൻ ഞാൻ ഇപ്പം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം പയറാണ് ഇട്ടു. ഓക്കെ, അരപ്പ് അരച്ച് വെച്ചിട്ടില്ല, അതിട്ട് കൊടുക്കുക. ഓക്കെ, അരപ്പ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വെള്ളം പോലെ അരക്കില്ല കേട്ടോ, കുഴിക്കുന്നല്ല. അപ്പം പയറും ഇട്ട് ഇതെല്ലാം ആയിട്ടുണ്ടല്ലേ. ഉപ്പ് നോക്കുക. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇത് ഇത്രത്തോളം നിങ്ങൾക്ക് എന്താ പറഞ്ഞത്, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണോ അതോ ഡ്രൈ ആയിട്ടിരിക്കണോ. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക്. ചിലരിങ്ങനെ ഇതേപോലെ എടുക്കും പുഴുക്ക്. സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, ഇനി ടേസ്റ്റ് മാറുമെന്ന് ഞാൻ കുറച്ചിട്ടത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ ഇട്ടിട്ട് ശരിക്കും ഇത് അടുത്ത് പിടിക്കാതെ ഇളക്കണം. ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ നമ്മളിത് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം ഓൾറെഡി ഇതെല്ലാം വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അരപ്പിട്ട് പയറൊക്കെ ഇട്ട് കൊടുത്തു. അരപ്പിട്ട് എല്ലാം കൂടെ ഒന്ന് 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് കാണാം. കഷ്ണങ്ങളൊന്നും ഒത്തിരി അങ്ങനെ വെന്ത് പോവല്ലോ, നമുക്ക് പുഴുക്കല്ലേ ഇപ്പോൾ കിട്ടണം, കഴിക്കാനൊക്കെ കിട്ടണം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കലത്തിലിരിക്കുന്നുണ്ട്. കലത്തിരുന്ന് കുറച്ചുകൂടി ഒന്ന് വെള്ളം കുറഞ്ഞു മതി. മതി അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡി ഉണ്ടാക്കി. തിരുവാതിര പുഴുക്ക് റെഡി. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പും ഇതിനകത്തിട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എടുത്ത് ഇങ്ങനെ കട്ടിയാക്കിയിരിക്കണേ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ച് കഴിഞ്ഞാൽ അടിപൊളി തിരുവാതിര പുഴുക്ക് റെഡി. ഉണ്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ പയറേ ഞാൻ വറുത്തിട്ടാണല്ലോ ഇട്ടത്. തിരുവാതിര പുഴുക്ക് റെഡി. ഇതിനകത്ത് വെളുത്തുള്ളി ഇടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ തിരുവാതിര വ്രതമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി കഴിക്കില്ലെന്ന് പറയല്ലോ, അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിലും
ജീരകവും പച്ചമുളകൊക്കെ ഇട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഒരു പുഴുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കപ്പയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പുഴുക്ക്. അതിനകത്ത് ഞാൻ കപ്പ ഇട്ടിട്ടില്ല, ഉരുളക്കിഴങ്ങ് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ബാക്കിയുള്ള കിഴങ്ങൊക്കെ ഇട്ട് ഓക്കെ ഉണ്ടാക്കിയ തിരുവാതിര പുഴുക്ക. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര വിഷസ്. അതെ, ഇതാണ് തിരുവാതിര പുഴുക്ക്. ഇത് തിരുവാതിരയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.